ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഇക്വാലന്റ് എക്സ്പ്രഷൻസ് ഇൻ പ്രപ്പോസിഷണൽ കാൽക്കുലസ്. സോ പ്രപ്പോസിഷണൽ കാൽക്കുലസിലുള്ള എക്സ്പ്രഷൻസ്, അതായത് നമ്മളിത് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ആവശ്യം വരിക. സോ നമുക്കിതിൽ 15 ലോസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ലോസ് എന്നും പറയും. അത് 15 ലോസ് ഉണ്ട് നമുക്ക്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡംപൊട്ടൻറ്റ് ലോ. ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയുന്നത് പി ഓർ പി വിച്ച് ഇസ് ഈക്വൽ ടു പി. അതായത് ഈ ഓർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മൾ പറയുന്നത്, ഓർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസും, ആൻഡ് എന്ന് പറഞ്ഞാൽ അതായത് ഡോട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ, ആൻഡും ഉണ്ട്. സോ ഓർ പ്ലസും ആൻഡ് എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഓർ ആണെങ്കിൽ പി ഓർ പി അല്ലെങ്കിൽ പി പ്ലസ് പി വിച്ച് ഗീവ്സ് പി. അത് എന്തുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക പി ട്രൂ ആണ്. സോ ഹിയർ പി എന്നുള്ളത് ട്രൂ ആണ്, ട്രൂ ഓർ ട്രൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താ കിട്ടുക, ട്രൂ ഓർ ട്രൂ ആയാൽ പി ആയതുകൊണ്ട് ഇവിടെ പി ട്രൂ ആണെങ്കിൽ രണ്ടും ട്രൂ ആണ്. സോ ട്രൂ ഓർ ട്രൂ ഇസ് ഓൾവേസ് ട്രൂ, അതായത് ടി വിച്ച് ഇസ് ദ വാല്യൂ ഓഫ് പി. സോ ഇവിടെ ഓർ ആണെങ്കിൽ പിൻ്റെ വാല്യൂ എന്താണോ അതേ വാല്യൂ അല്ലേ ഇവിടെ വരിക. അതെ, അതേപോലെ ആൻഡ് നോക്കിയാൽ ഇപ്പോൾ പി ട്രൂ ആണെങ്കിൽ പി ട്രൂ ആയി, ട്രൂ ആൻഡ് ട്രൂ വിച്ച് ഇസ് ഈക്വൽ ടു ട്രൂ. സോ പി ട്രൂ ആയാൽ ആൻഡ് ആണെങ്കിലും, ഓർ സപ്പോസ് പി ഫാൾസ് ആണ് വിചാരിക്കുക, ഇവിടെ പി ഫാൾസ് ആയാൽ എന്താ ഇവിടെ വാല്യൂ വരിക, ഫാൾസ് ഓർ ഫാൾസ് വിച്ച് ഇസ് ഈക്വൽ ടു ഫാൾസ്. അതായത് പി എന്താണ് ഫാൾസ് ആണ്, നമുക്ക് കിട്ടിയതും ഫാൾസ് ആണ്. ഇപ്പോൾ പി ഇവിടെ ഫാൾസ് ആയാൽ ഫാൾസ് ആൻഡ് ഫാൾസ് വിച്ച് ഇസ് ഓൾസോ ഫാൾസ്, അത് തന്നെയാണ് പിൻ്റെ വാല്യൂ. സോ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, പി തന്നെയാണ്. സോ പി പ്ലസ് പി ഈക്വൽ ടു പി ഓർ പി ഇൻറ്റു പി ഈക്വൽ ടു പി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐഡംപൊട്ടൻറ്റ് ലോ. അതായത് ഇത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചിരുന്നത് മാത്രം. ഇങ്ങനെയാണ് ലോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ പി ഓർ ക്യൂ എന്ന് പറയുന്നതും ക്യൂ ഓർ പി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ആൻഡിലും അത് അപ്ലിക്കബിൾ ആണ്. പി ആൻഡ് ക്യൂ എന്ന് ചെയ്താലും നമുക്ക് ക്യൂ ആൻഡ് പി എന്ന് ചെയ്താലും നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടുക. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ, നമുക്ക് അറിയുന്നതാണ്. നെക്സ്റ്റ് ആണ് അസോസിയേറ്റീവ് ലോ. ഇത് നമുക്ക് അറിയുന്നതാണ്. പി ആൻഡ് ക്യൂ ആൻഡ് ആർ, അതും അതേപോലെ പി ആൻഡ് ക്യൂ ആൻഡ് ആർ ചെയ്താലും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക. അതേപോലെ തന്നെ ഓറിലും അത് അപ്ലിക്കബിൾ ആണ്. പി ഓർ ക്യൂ ഓർ ആറും പി ഓർ ക്യൂ ഓർ ആർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സെയിം നമ്മൾ നോർമലി പഠിക്കുന്ന അസോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് ഒക്കെ അതേപോലെ തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, പി അതായത് നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സ് രണ്ടും ആൻഡും ഓറും വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സോ പി ഓർ ബ്രാക്കറ്റിൽ ക്യൂ ആൻഡ് ആർ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, പി ഓർ ക്യൂ, ഓക്കെ, പി ഓർ ക്യൂ ബ്രാക്കറ്റിലാക്കി ആൻഡ് പി ഓർ ആർ, അങ്ങനെയാണ് ഇതുണ്ട്. സോ ഇതേ ആൻഡ് ആണെങ്കിൽ പി ആൻഡ് ബ്രാക്കറ്റിനകത്ത് ക്യൂ ഓർ ആർ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, പി ആൻഡ് ക്യൂ അത് ബ്രാക്കറ്റിൽ, പിന്നെ ഓർ പി ആൻഡ് ആർ. സോ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത് അതായത് നോട്ട് ഓഫ് പി ഓർ ക്യൂ. അതായത് നമ്മൾക്ക് പി ഓർ ക്യൂ ഉണ്ട്, നമ്മൾ അതിൽ നോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്താവും. സോ ഇപ്പോൾ നമുക്കൊരു നെഗറ്റീവ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഉള്ളിൽ അപ്ലൈ ചെയ്യണം. നോട്ട് എന്ന് പറഞ്ഞാൽ നെഗേഷൻ. സോ നെഗേഷൻ നമ്മൾ ഉള്ളിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും, നോട്ട് പി അതായത് നോട്ട് ഉള്ളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നോട്ട് പി കിട്ടും, ഇവിടെ നോട്ട് ക്യൂ കിട്ടും. അപ്പം നടുവിലുള്ള ഈ ഓപ്പറേറ്റർ ഓപ്പോസിറ്റ് ആവും. സോ ഇവിടെ എന്താണ്, ഓർ ആണ്, അതിവിടെ എന്തായി, ആൻഡ് ആയി. സോ നോട്ട് പി ആൻഡ് നോട്ട് ഓഫ് ക്യൂ നോട്ട് ക്യൂ. സോ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ, അതായത് നോട്ട് ഓഫ് പി ഓർ ക്യൂ എന്നുള്ളത് എന്തായി, നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ. അതേപോലെ തന്നെയാണ് ആൻഡ് നോട്ട് ഓഫ് പി ആൻഡ് ക്യൂ എന്നുള്ളത് എന്തായി, നോട്ട് പി ഓർ നോട്ട് ക്യൂ എന്നായി. സോ ഒരു നെഗേഷൻ ഒരു ബ്രാക്കറ്റിനുള്ളിൽ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള എന്താണ് ആ ഓപ്പറേറ്റർ എന്താണോ, ആൻഡ് അല്ലെങ്കിൽ ഓർ ആണെങ്കിൽ ആൻഡ് ഓർ ആവും, ഓർ ആൻഡ് ആവും, അത് ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അതാണ് ഡി മോർഗൻസ് ലോ. സിക്സ്ത് വൺ എന്ന് പറയുന്നത് നൾ ലോ, അല്ലെങ്കിൽ അതിന് ഡോമിനേഷൻ ലോ എന്നും പറയാറുണ്ട്. അതായത് ഇപ്പോൾ പിൻ്റെ കൂടെ നമ്മൾ ട്രൂ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ അതായത് എന്താവും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ പി ഓർ ട്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, വാല്യൂ കിട്ടാൻ നോക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ പിക്ക് ട്രൂ വാല്യൂ കൊടുത്താൽ എന്താവും, ട്രൂ ഓർ ട്രൂ വിച്ച് ഇസ് ട്രൂ. സപ്പോസ് പിക്ക് ഫാൾസ് വാല്യൂ കൊടുത്താൽ ഫാൾസ് ഓർ ട്രൂ. സോ ഒന്ന് ഫാൾസും ഒന്ന് ട്രൂവും. സോ ഓറിൽ എന്താണ്, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ
നമുക്ക് ട്രൂ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ട്രൂ എന്ന് തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പീൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ ഓർ ആയതുകൊണ്ട് ഇവിടെ ഒരു ട്രൂ ഉള്ളത് കൊണ്ട് ഇനി എന്തേ വരുള്ളൂ, ഇവിടെ ട്രൂവേ വരുള്ളൂ നമുക്കറിയാം. അതേപോലെ ആൻഡിൽ വരുമ്പോൾ പീൻ്റെ വാല്യൂ ഇവിടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഒന്ന് ഫോൾസ് ആയി. അപ്പോൾ നമുക്കറിയാം എന്താണ് ആൻഡിൽ രണ്ടും ട്രൂ വന്നാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. ഇവിടെ ഫോൾസ് ആണെന്ന് നമുക്കറിയാം. സോ ഇറ്റ് വിൽ ഓൾവേസ് ബി ഫോൾസ്. അത് നമുക്കറിയാം. സോ ഇതാണ് നൾ ലോ എന്ന് പറയുന്നത്, ഓർ ഡോമിനേഷൻ ലോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഐഡന്റിറ്റി ലോ. അതായത് പി ഓർ ഫോൾസ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്ന് ഫോൾസ് ആക്കി തന്നിട്ടുണ്ട്, ഇവിടെ ഓർ ആണ്. സോ അപ്പോൾ ഇവിടെ പി ട്രൂ വന്നാൽ എന്താവും, ട്രൂവും ഫോൾസും ആണ്. സോ ട്രൂ വരും. സപ്പോസ് പി ഫോൾസ് ആണെങ്കിൽ ഫോൾസും ഫോൾസ്. സോ ഇവിടെ പിയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓർ ഉള്ളത്. സോ ഇവിടെ പി ഓർ ഫോൾസ് എന്ന് വന്നാൽ അത് പി തന്നെ ആയിരിക്കും. അതുപോലെ പി ആൻഡ് ട്രൂ, ഒന്ന് ട്രൂ ആയി. അപ്പോൾ ഇനി ഒന്ന് ട്രൂ ആയാൽ, അതായത് ഒന്ന് ട്രൂ ആണ്, ആൻഡ് ആണ്. സോ ഒന്ന് ട്രൂ ആണ് നമുക്ക് അറിഞ്ഞു. പക്ഷെ ഇനി ഒന്ന് എന്താണെന്ന് അനുസരിച്ചിട്ടാണ് നമുക്ക് വാല്യൂ വരിക, ബിക്കോസ് ആൻഡിൽ രണ്ടും വരണം. സോ ഇവിടെ പിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പി ഫോൾസ് വന്നാൽ നമുക്ക് ഫോൾസ് ആണ് ആൻസർ വരിക, പി ട്രൂ വന്നാൽ ട്രൂ ആണ് വരിക. സോ പിന്റെ വാല്യൂ എന്താണോ അതന്നെ ഇവിടെ വരും. സോ വിച്ച് മീൻസ് പി. ഇതാണ് ഐഡന്റിറ്റി ലോ. നെക്സ്റ്റ് നെഗേഷൻ ലോ. നെഗേഷൻ ലോ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ അതിൻ്റെ തന്നെ നെഗേഷൻ വരുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക എന്നാണ് പറയുന്നത്. സോ ഓർ, ഇപ്പോൾ ഓർ എടുക്കുകയാണ്. ഓർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ട്രൂ വന്നാൽ നമുക്ക് മതി അല്ലേ. സോ നമുക്കിപ്പോൾ പിയും അതിൻ്റെ നോട്ട് പി പറഞ്ഞാൽ എന്താണ്, പി ട്രൂ ആണെങ്കിൽ നോട്ട് പി ഫോൾസ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ പി ട്രൂ ആയി, അപ്പോൾ അതിൻ്റെ നെഗേഷൻ ഫോൾസ് ആവും. സപ്പോസ് പി ഫോൾസ് ആയാൽ നെഗേഷൻ എന്താവും, ട്രൂ ആവും. സോ എന്തായാലും നമുക്കൊരു ട്രൂ വരും നമുക്കറിയാം. ഓർ ആണ്, ഒരു ട്രൂ വന്നാൽ തന്നെ അത് ട്രൂ ആവും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ട്രൂ. ഇനി ആൻഡിൽ നെഗേഷൻ എങ്ങനെയാണ്, എന്തായാലും രണ്ടും ഒരേ വാല്യൂ വരില്ല. നെഗേഷനും, അതായത് ഒരു വേരിയബിൾ അതിന്റെ നെഗേഷൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് വാല്യൂസ് ആയിരിക്കും. സോ ഓപ്പോസിറ്റ് വാല്യൂസ് വരുമ്പോൾ ഒരിക്കലും ആൻഡിൽ നമുക്ക് എന്ത് വരില്ല, ട്രൂ വരില്ല. സോ ഇറ്റ് വിൽ ഓൾവേസ് ബി ഫോൾസ്. അതാണ് നെഗേഷൻ ലോ എന്ന് പറയുന്നത്. പിന്നെ ഡബിൾ നെഗേഷൻ ലോ. ഡബിൾ നെഗേഷൻ പറഞ്ഞാൽ നെഗേഷൻ ഓഫ് നെഗേഷൻ പി. അതായത് നമ്മുടെ -(-1) അല്ലെങ്കിൽ -(-x) എന്ന് പറഞ്ഞാൽ എന്ത് വരും, മൈനസ് പ്ലസ് ആവും, ആ വേരിയബിൾ തന്നെ വരും. അത് തന്നെയാണ് ഡബിൾ നെഗേഷൻ ലോ. സോ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഈസ് പി. നെക്സ്റ്റ് ഇംപ്ലിക്കേഷൻ ലോ. ഇതിനെ എങ്ങനെ നമ്മൾ റീഡ് ചെയ്യാച്ചാൽ ഇഫ് പി ദെൻ ക്യൂ എന്നാണ് പറയുക. ഈ ഇഫ് ദെൻ അതാണ് ഈ ആരോ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇഫ് പി ദെൻ ക്യൂ, ഇതിന് നമ്മൾ എങ്ങനെ എഴുതേണ്ട വെച്ചാൽ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇത് എഴുതേണ്ടത് നോട്ട് ഓഫ് ഫസ്റ്റ് വേരിയബിൾ ഓർ സെക്കൻഡ് വേരിയബിൾ. ഫസ്റ്റ് ഇവിടെ പി ആണ്, സെക്കൻഡ് ക്യൂ ആണ്. സോ നോട്ട് പി ഓർ ക്യൂ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാണ് ഇതിനെ കണ്ടത്. ഇപ്പോൾ ഇവിടെ ഏതാണോ വേരിയബിൾ തരുന്നത് ആ വേരിയബിൾ അനുസരിച്ച് മാറും. ഇങ്ങനെ ഇഫ് ദെൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടുവിൽ ഓർ ആണ് വരിക. ഫസ്റ്റ് വേരിയബിളിന്റെ നെഗേഷൻ ഓർ സെക്കൻഡ് വേരിയബിൾ അതേപോലെ അവിടെ വേരിയബിൾ മാറുന്നതനുസരിച്ച് ഇത് മാറുകയും ചെയ്യും. അതാണ് ഇംപ്ലിക്കേഷൻ ലോ എന്ന് പറയുന്നത്. ഇനി 11th വൺ എന്ന് പറയുന്നത് കോൺട്രാപോസിറ്റീവ് ലോ. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഇഫ് പി ദെൻ ക്യൂ തന്നെയാണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് വേറൊരു രീതിയിൽ അതിനെ എഴുതണമെങ്കിൽ നോട്ട് ക്യൂ, ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. അതായത് ഈ സംഭവം, അത് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് വേരിയബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട്, പ്ലസ് നെഗേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, ഇതിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നെഗേഷൻ ആഡ് ചെയ്യുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വാലൻസ് ലോ. ഇക്വാലൻസ് ലോ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇഫ് ദെന്നിൻ്റെ തന്നെ ബൈ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നതാണ് എന്ത്, ഇഫ് പി ദെൻ ക്യൂ. ഇവിടെ എന്താ നമ്മളുള്ളത്, ഇഫ് പി ദെൻ ക്യൂ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, അതായത് ഈ ഒരു ആരോ നമ്മൾ മറച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇഫ് പി ദെൻ ക്യൂ. അതായത് ആ സൈഡ് ആരോ മാത്രം കൺസിഡർ ആണെങ്കിൽ ഇഫ് ക്യൂ ദെൻ പി. അതായത് അത് രണ്ടും ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് ഇക്വാലൻ ടു ഇഫ് പി ദെൻ ക്യൂ ആൻഡ് ഇഫ് ക്യൂ ദെൻ പി. ഓക്കെ, ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെങ്ങനെ എഴുതാം, നോട്ട് പി ഓർ ക്യൂ ആൻഡ് നോട്ട് ക്യൂ ഓർ പി. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിനെ മാറ്റി എഴുതാൻ പറ്റും. സോ ഇതാണ് ഇക്വാലൻസ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 13th വൺ, ബൈ കണ്ടീഷണൽ ലോ. ബൈ കണ്ടീഷണൽ ലോ.
ബൈ കണ്ടീഷണൽ ലോ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇഫ് പി ദെൻ ക്യൂ, അതിനെ തന്നെ ഇഫ് ക്യൂ ദെൻ പി. നമുക്ക് ഇതിനെ തന്നെ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും എന്നുള്ളതിനാണ് ഈ ഇഫ് ഇത് പറഞ്ഞു വരുന്നത്. അതായത് പി ആൻഡ് ക്യൂ ഓർ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ എന്ന് എഴുതാം എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ വന്നു. അതായത് നമുക്ക് ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ നമുക്ക് അതിന് മുമ്പ് നമ്മൾ കണ്ടു ഇങ്ങനെ എഴുതാൻ പറ്റും, അതിനെ നമ്മൾ കണ്ടു. സോ അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി, നമുക്കിതിനെ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക്, അതായത് ഇങ്ങനെ തന്നതിന് നമ്മൾ ആദ്യം എഴുതുന്ന എങ്ങനെയാണ്, നമ്മുടെ ഇക്വലൻസ് ലോയിൽ തന്ന പോലെയാണ് നമ്മൾ ആദ്യം മാറ്റി എഴുതുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ നോട്ട് പി ഓർ ക്യൂ കിട്ടും ആൻഡ് നോട്ട് ക്യൂ ഓർ പി കിട്ടും. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ വാല്യുവേറ്റ് ചെയ്യേണ്ടത് നോട്ട് പി, നമ്മളിവിടെ ആൻഡ് അല്ലേ, സോ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ ഓർ ക്യൂ ആൻഡ് പി, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതായത് ഈ ഫസ്റ്റത്തെ വാല്യൂ ഫസ്റ്റിനും എന്നിട്ട് ഈ സെക്കൻഡത്തെ ഓപ്പറേറ്റർ, അതായത് നടുവിലത്തെ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ ഓർ ക്യൂ ആൻഡ് നോട്ട് പി. അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ, നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ ഉണ്ടോ, ദെൻ ഓർ ക്യൂ ആൻഡ് നോട്ട് പി, സോറി ക്യൂ ആൻഡ് പി. അതിന് നമ്മൾ പി ആൻഡ് ക്യൂ എന്ന് എഴുതി, കമ്മ്യൂട്ടേറ്റീവ് അറിയാതെ നമുക്ക് പി ആൻഡ് ക്യൂ എഴുതിയാലും ക്യൂ ആൻഡ് പി എന്ന് എഴുതിയാലും സെയിം ആണ്. സോ അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിന് ബൈ കണ്ടീഷണൽ, അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ബൈ കണ്ടീഷണൽ ഇക്വലൻസോ സെയിം ആണ്. നമുക്ക് ഈ ഇക്വലൻസ് ലോയിൽ തന്നതിനെ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നതാണ് ഇങ്ങനെ. ഓക്കെ, അതാണ് ബൈ കണ്ടീഷണൽ ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 14th വൺ, അബ്സോർപ്റ്റീവ് ലോ. അബ്സോർപ്റ്റീവ് ലോ, അതാണ് 14th വൺ. ഇതെന്താ പറയുന്നത് വെച്ചാൽ പി ഓർ പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ പി ആൻഡ് പി ഓർ ക്യൂ ഇത് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് നമുക്ക് വെൻ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ് ഇതിന്. ഇത് പി, ഇത് ക്യൂ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളതെല്ലാം നമ്മൾ ചെയ്യാല്ലേ നോർമലി ചെയ്യുമ്പോൾ. അപ്പോൾ പി ആൻഡ് ക്യൂ, ഇതിൽ പി ആൻഡ് ക്യൂ എന്ന് വരുന്ന ഏതാ, ഇതാണ് പി ആൻഡ് ക്യൂവിൽ വരുന്നത് അല്ലേ. സോ പി ആൻഡ് ക്യൂ, പി ഓർ പി ആൻഡ് ക്യൂ. സോ പിയും, അതായത് പി അല്ലെങ്കിൽ പി ആൻഡ് ക്യൂവിൽ വരുന്നതും, അങ്ങനെ. ഓർ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, യൂണിയൻ ആണ് അല്ലേ. ആൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ ഇത് എഴുതിയത്. ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ. സോ പിന്റെ യൂണിയൻ പി പ്ലസ് പി ആൻഡ് ക്യൂവിന്റെ യൂണിയൻ. സോ ഫുൾ പിയും ഇതിലുള്ളത്. സോ അപ്പോൾ ഏതാ നമ്മുടെ കോമൺ പാർട്ടായിട്ട് വരിക, പി ആണ് കോമൺ പാർട്ടായിട്ട് വരിക. കോമൺ പാർട്ടില്ല, നമുക്ക് രണ്ടും കൂടെ എഴുതണം. പക്ഷെ വരുന്നത് ഏതാ, ആൻസർ വരുന്നത് യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് പി ആണ് കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസർ എന്താണ്, പി. അതേപോലെ നമുക്ക് ഇതിന്റെ കൂടെ നോക്കാം. പി, ഇത് ദിസ് ഇസ് ക്യൂ. സോ ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്ത് ചെയ്യുന്നു പി ഓർ ക്യൂ. പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ വരിക, പി യൂണിയൻ ക്യൂ. അതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുൾ പോർഷൻ വരും അല്ലേ, ഈ ഫുൾ പോർഷൻ വരും. യൂണിയൻ പി യൂണിയൻ ക്യൂ എന്ന് പറയുമ്പോൾ ഫുൾ പോർഷൻ വരും. അതിൻ്റെ കൂടെ പിനെ ഇന്റർസെക്ട് ചെയ്യാണ്. അപ്പം എന്താ പറയുക, ഈ ഫുൾ പോർഷൻ ഇന്റർസെക്ഷൻ പി എന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കോമൺ പോർഷൻ ഏതാണ്, പി അല്ലേ. സോ പി ആണ് നമ്മുടെ ആൻസർ. അതാണ് അബ്സോർപ്റ്റീവ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബ്സർഡിറ്റി, 15th വൺ. അബ്സർഡിറ്റി ലോ ആണ് 15th ലോ. ഇതെന്താ വെച്ചാൽ ഇഫ് പി ദെൻ ക്യൂ ആൻഡ് ഇഫ് പി ദെൻ നോട്ട് ക്യൂ, ഇത് എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. നമുക്ക് പി ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ എങ്ങനെ എഴുതാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇംപ്ലിക്കേഷൻ ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോട്ട് പി ഓർ ക്യൂ എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. നോട്ട് പി ഓർ ക്യൂ ആൻഡ് ഇവിടെയോ, ഇവിടെയും നോട്ട് പി ഓർ സെക്കൻഡ് എലമെന്റ് അതേപോലെ വരും, അതായത് നോട്ട് ക്യൂ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. സോ ഇപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം,
എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. സോ അപ്പോൾ നോട്ട് പി ഫസ്റ്റത്തെ എലമെൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്യുക, സെക്കൻഡ് എലമെൻറ്റ് കൂടെ പെയർ ചെയ്യുക, ആൻഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയോ നോട്ട് പി ആൻഡ് നോട്ട് പി ഓർ ക്യൂ ആൻഡ് നോട്ട് ക്യൂ. ഇപ്പോൾ ഇതിൽ നോട്ട് പി ആൻഡ് നോട്ട് പി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് വരിക? ഇതിന് നമുക്ക് നോട്ട് പി എന്ന് ഒരു സിംഗിൾ നോട്ട് പി എന്ന് എഴുതിക്കൂടെ? ബിക്കോസ് ഇഫ് നോട്ട് പി ട്രൂ ആയാൽ ഇതെന്താണ്? ട്രൂ ആൻഡ് ട്രൂ ഈസ് ട്രൂ. ഇപ്പോൾ നോട്ട് പി ഫോൾസ് ആയാൽ ഫോൾസ് ആൻഡ് ഫോൾസ് ഇസ് ഫോൾസ്. സോ എന്താണ് നോട്ട് പിയുടെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ഇവിടെ കിട്ടുക അല്ലേ? സോ അപ്പോൾ ഈ നോട്ട് പി ആൻഡ് നോട്ട് പി എന്നുള്ളതിനെ നമുക്ക് നോട്ട് പി എന്ന് തന്നെ എഴുതാം. സോ നോട്ട് പി ഓർ ഇവിടെയോ ക്യൂ ആൻഡ് നോട്ട് ക്യൂ. സോ ക്യൂ ആൻഡ് നോട്ട് ക്യൂ എന്ന് പറയും. ഇപ്പോൾ ക്യൂ ഫോൾസ് ആയാൽ ആൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ക്യൂ ആൻഡ് നോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ അത് ഓൾവേസ് എന്താവും? അതായത് നമ്മുടെ നെഗേഷൻ ലോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വേരിയബിൾ അതിന്റെ നെഗേഷനും ആൻഡിൽ വന്നാൽ എന്താവും? ഇറ്റ് വിൽ ഓൾവേസ് ബിക്കം ഫോൾസ്. ബിക്കോസ് ഇത് എന്താണ്? ഒരിക്കലും സെയിം ആവില്ല. സെയിം ആയിട്ട് ട്രൂ ആയിട്ടും വന്നാലേ ആൻഡിൽ എന്താവുള്ളൂ? നമുക്ക് ആൻസർ ട്രൂ കിട്ടുള്ളൂ. സോ ഇറ്റ് വിൽ ഓൾവേസ് ബി ഫോൾസ്. സോ അപ്പോൾ നമുക്കിത് ഫോൾസ് ആണ്. ഏത്? ക്യൂ ആൻഡ് നോട്ട് ക്യൂ എന്നുള്ളത് ഫോൾസ് ആണ്. സോ ഇപ്പോൾ നോട്ട് പി ഓർ ഫോൾസ് നമ്മൾ ഏതിലാണ്? ഐഡന്റിറ്റി ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഓറിൽ, അതായത് ഒരു വേരിയബിളിന്റെ കൂടെ ഫോൾസിനെ ഓർ ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? ആ വേരിയബിൾ തന്നെയാണ് കിട്ടുക. സോ പി നമ്മൾ പഠിച്ചത് പി ഓർ ഫോൾസ് ആണ് പി എന്ന് പഠിച്ചത്. ഇവിടെ എന്താണ്? നോട്ട് പി. സോ ഏത് വേരിയബിൾ ആണെങ്കിലും ഓക്കെ. അതായത് ഇപ്പോൾ ഇവിടെ ട്രൂ വരികയാണെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഇസ് ട്രൂ. സപ്പോസ് ഇവിടെ ഫോൾസ് വരികയാണെങ്കിൽ ഫോൾസ് ഓർ ഫോൾസ് ഇസ് ഫോൾസ്. സോ നമുക്ക് ഏതാണോ വേരിയബിൾ ആ വേരിയബിളിന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് വരിക. സോ നോട്ട് അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഓർ ഫോൾസ് ചെയ്താൽ ആ വേരിയബിൾ തന്നെയാണ് വരിക, വിച്ച് ഇസ് നോട്ട് പി. സോ ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പി അതായത് ഇഫ് പി ദെൻ ക്യൂ ആൻഡ് പി ഇഫ് പി ദെൻ നോട്ട് ക്യൂ എന്ന് വന്നാൽ വിച്ച് ഇസ് നോട്ട് പി ആണ്. സോ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കണ്ടാൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഫസ്റ്റ് വേരിയബിളിന്റെ നെഗേഷൻ ആണ് അതിന്റെ ആൻസർ. സോ ഈ സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ 15 ലോസ് അല്ലെങ്കിൽ ലോജിക്കലി ഇക്വാലന്റ് എക്സ്പ്രഷൻസ് ഇൻ പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. Public Figure, The Authentic Lives.